ഹായ് കൂട്ടുകാരെ, വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനായി രാഘവൻ നായരെ ചട്ടം കിട്ടുകയാണ് സുസ്മിത. രാഘവൻ നായർ ചോദിക്കുകയാണ്, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്നാണ് ഇവൾക്കറിയേണ്ടത്. അത് ചോദിച്ച് കുറെ നേരമായി എന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സുസ്മിത. ഭാവം മാറ്റി വിഷ്ണു ചോദിക്കുകയാണ്, അത് ചോദിക്കാൻ ഇവൾ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ നേരത്തെ വന്ന് കയറുമ്പോഴേ എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഇവിടെ. പോരാത്തതിന് എന്റെ അനിയത്തിയും. അവർക്കാർക്കും ഇല്ലാത്തതെണ്ണം ഇവൾക്ക് എന്തിനാണെന്ന് പറഞ്ഞറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. സുസ്മിത രാഘവൻ നായരോട് പറയുകയാണ്, കണ്ടോ അങ്കിളെ, ഒളിക്കാനൊന്നുമില്ലായിരുന്നെങ്കിൽ പിന്നെ വിഷ്ണുവേട്ടൻ എന്തിനാണിങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്തിനാണ് വിഷയം മാറ്റി എന്റെ നേരെ കുതിര കയറാൻ വരുന്നത്? രാഘവൻ നായർ പറയുകയാണ്, മതി, നീ ഇനി അതും പറഞ്ഞ് കയറേണ്ട. വിഷ്ണു, സുസ്മിത ചോദിച്ച കാര്യം വിട്ടേക്ക്. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി എവിടെയായിരുന്നു നീ? അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു വിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, കണ്ടില്ലേ അങ്കിളെ, വിഷ്ണുവേട്ടൻ നിന്ന് പരുങ്ങുന്നത്. ഇനിയും മടിയാണെങ്കിൽ ഞാൻ തന്നെ പറയാം, വിഷ്ണുവേട്ടൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നെന്ന്, ആരുടെ ഒപ്പമായിരുന്നെന്നും സ്ഥലം എവിടെയായിരുന്നെന്നും. പെട്ടെന്ന് അതിനിടയിൽ കയറി പ്രീതി പറയുകയാണ്, സ്ഥലം നാഗർകോവിൽ, അതല്ലേ സുസ്മിത പറയാൻ വന്നത്? അത് കേട്ട നമ്പരെന്ന് സുസ്മിത ചോദിക്കുകയാണ്, അതെങ്ങനെ പ്രീതിക്ക് മനസ്സിലായി? എന്തിനാ സുസ്മിത ഇതൊക്കെ വിളിക്കുന്നത്? അങ്ങനെ കയറൂരി വിട്ടതുപോലെ നടക്കുകയൊന്നുമല്ല എന്റെ ഏട്ടൻ. ആള് നാഗർകോവിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഇന്നലെ ഇവിടെ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇതിലിപ്പോ വലിയ സീക്രട്ട് ഒന്നും ആരും കാണേണ്ട ആവശ്യം ഇല്ല. ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ആഹാ, കറക്റ്റ്, ഇപ്പോഴാണ് നീ ശരിക്കും എന്റെ അനിയത്തിയായത്. സുസ്മിത ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിലേ ആന്റി ചോദിച്ചപ്പോൾ പ്രീതി എന്തിനാ അറിയാത്ത ഭാവം കാണിച്ചത്? അതിന് മറുപടിയായി പ്രീതി പറയുകയാണ്, അത് കഴിഞ്ഞല്ലേ എനിക്ക് മെസ്സേജ് വന്നത്. അത് അറിഞ്ഞപ്പോഴേ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് വിഷ്ണുവേട്ടന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ പിന്നീട് വിളിക്കാതിരുന്നത്. മാത്രവുമല്ല, വിഷ്ണുവേട്ടന് വണ്ടി കച്ചവടമുണ്ടെന്നും ഇന്നലെ നാഗർകോവിലെ ഫ്രണ്ട്സിനോടൊപ്പം ആണെന്നും ഞാൻ തന്നെയാണ് സുസ്മിതയോട് പറഞ്ഞത്. അല്ലാതെ സുസ്മിത നാഗർകോവിലെ കഥ എങ്ങനെ അറിയാനാണ്? ആര് പറഞ്ഞിട്ട്? സുസ്മിത ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ വിഷ്ണുവേട്ടനെ ഷാഡോ ചെയ്ത് വിവരങ്ങൾ അന്വേഷിക്കാൻ? പ്രീതിയുടെ ആ സംസാരത്തിലും ചോദ്യത്തിലും ഒന്ന് പരുങ്ങുകയാണ് സുസ്മിത. സുസ്മിതയുടെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു പതിയെ പറയുകയാണ്, എന്റെ പൊന്നുമോൾ സുസ്മിതേ, നീ പൂച്ചക്കുട്ടിയെ പിടിക്കുന്നത് പോലെ ഈ പുലിക്കുട്ടിയെ പിടിക്കാൻ ഇറങ്ങരുതേ. അവൾ ഈ പറയുന്നത് മുഴുവൻ ഞാൻ ഇന്നലെ പറഞ്ഞു പഠിപ്പിച്ച ഡയലോഗുകളാണ്. എന്നിട്ട് ഉച്ചത്തിൽ പറയുകയാണ്, സംശയമൊക്കെ തീർന്നെങ്കിൽ ഞാനങ്ങ് റൂമിലേക്ക് പോകാം. ദീർഘയാത്രയും കഠിനാധ്വാനവും ഒക്കെ ശരീരം വല്ലാതങ്ങ് ക്ഷീണിച്ചു. ഇനി വേണമെന്ന് റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് രാഘവൻ നായർ പറയുകയാണ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല, മോൻ പൊയ്ക്കോ. ശരി അച്ഛാ, പോട്ടെന്നും പറഞ്ഞ് സുസ്മിതയെ നോക്കിയിട്ട് അകത്തേക്ക് കയറുകയാണ് വിഷ്ണു. രാഘവൻ നായർ പ്രീതിയോട് പറയുകയാണ്, മോൾ എന്നെ ഒന്ന് റൂമിലേക്ക് കൊണ്ടുപോയേ, നല്ല ക്ഷീണം. അന്നേരം സുസ്മിത പറയുകയാണ്, ഈ പറഞ്ഞതൊക്കെ നുണയാങ്കിളെ, ഞാൻ പറഞ്ഞതാണ് സത്യം. രാഘവൻ നായർ പറയുകയാണ്, മോളെ, നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, അമിത പ്രേമത്തിൽ നിന്നാണ് സംശയം എപ്പോഴും ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ അതൊരു കുറ്റമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ 90% കുടുംബങ്ങളെയും തകർത്തെറിയുന്നത് ഈ സംശയം എന്നൊരു രോഗം കൊണ്ടാണ്. പിന്നെ എന്തായാലും അക്കാര്യമെല്ലാം കഴിഞ്ഞു. മോൾ ഇതിനെപ്പറ്റി ഫാമയോട് ചോദിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. വീണ്ടും ഇതൊരു ചർച്ചാ വിഷയം ആക്കാതിരുന്നാൽ മതി. മോളെ, ബാ പോകാമെന്ന് പ്രീതിയോട് പറയുകയാണ് രാഘവൻ നായർ. രാഘവൻ നായരെ പ്രീതി കൊണ്ടുപോയ ശേഷം സുസ്മിത കരുതുകയാണ്, ആഹാ, അത് ശരി, അപ്പോൾ ഏട്ടനും അനിയത്തിയും ഒന്ന് ചേർത്താണല്ലേ ആന്റിയും അങ്കിളിനെയും വിഡ്ഢികളാക്കുന്നത്. എന്നാൽ നോക്കിക്കോ, ഏട്ടനും അനിയത്തിയും ഇനി മുതൽ എന്റെ ശത്രുക്കളുടെ നിരയിലാണ്. ഈ സുസ്മിത ആരാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ രണ്ടെണ്ണവും. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ ഉമ്മറത്ത് രാത്രി വിഷമിച്ചിരിക്കുന്ന ശാരികയാണ്. ശാരിക ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ അവർ പോയ കാര്യങ്ങളും ശാരദാമ്മ തലചുറ്റി വീണ കാര്യങ്ങളുമൊക്കെ ആലോചിച്ചങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം അവിടെ ഇരുന്ന് ഫോണിൽ കബഡി കളി കാണുകയാണ് ശ്യാമ. ശാലിനിയും ശാരദാമ്മയും രാത്രിത്തേക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കുകയാണ്. ശാലിനി ശ്യാമയോട് ചോദിക്കുകയാണ്, എന്തുവാടി നീ ഇരുന്ന് കാണുന്നത്? കബഡി ഫൈനലാണ് ചേച്ചി. ശാലിനി പറയുകയാണ്, മതി മതി, അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്ക്. ശാരി എവിടെയെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അവിടെ എല്ലാം മറന്ന് ഏതോ സ്വപ്നത്തിൽ ലയിച്ച് ഇരിക്കുകയാണ്. അത് കേട്ടുകൊണ്ടുവന്ന ശാരി ഒന്ന് കടുപ്പിച്ചു പറയുകയാണ്, സ്വപ്നമല്ല, യാഥാർത്ഥ്യം. ശാരദാമ്മ പറയുകയാണ്, സ്വപ്നമായാലും യാഥാർത്ഥ്യമായാലും വന്നിരുന്ന് ആഹാരം കഴിക്കുക, അല്ലെങ്കിലേ വയറ് വിശക്കും. ശാരിക പറയുകയാണ്, എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് കല്യാണം വേണ്ട. ഒന്ന് പരിഭ്രമിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ്, കല്യാണം വേണ്ടേ? എന്താ മോളെ ഇപ്പോൾ ഇങ്ങനെ?
ശാരിക സങ്കടപ്പെട്ട് പറയുകയാണ്, സ്വർണം എവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ് നമ്മൾ? നിശ്ചയ ദിവസം നാളെയാണ്. ഇരുട്ട് വെളുക്കുന്ന നാളിൽ അതെല്ലാവരും മറക്കുന്നു. ശാലിനി ശാരികയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്. ഒക്കെ നടക്കും ചേച്ചി, നേരം പുലരാൻ ഇനിയുമില്ലേ സമയം? പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഇതിന്റെ പേരിൽ ചേച്ചി കല്യാണമേ വേണ്ടാന്ന് പറയുന്നതാണ്. ശാരിക പറയുകയാണ്, കാരണമുണ്ട്. രാജീവ് സാറ് എന്നോട് പറഞ്ഞത് സ്ത്രീധനമായിട്ട് പൊന്നും പണവും ഒന്നും വേണ്ടെന്നാണ്. ഒടുവിൽ നിശ്ചയം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് 30 പവൻ വേണം. കല്യാണത്തോടടുക്കുമ്പോഴും കല്യാണത്തിന് ശേഷവും ഇനിയും ആവശ്യങ്ങൾ കൂടില്ലാന്ന് ആര് കണ്ടു? അതൊക്കെ താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്റെ ശാരദാമ്മയുടെ മുതുകിന്? ചോദിക്കുന്ന കാശ് കൊടുക്കാൻ ശേഷിയില്ലാത്ത പെണ്ണുങ്ങള് സ്റ്റൗവിന് തീപിടിച്ചും മണ്ണെണ്ണയിൽ കുളിച്ചുമൊക്കെ ചാകുന്ന കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇനി എന്റെ കാര്യത്തിലും എന്ന് ശാരിക പറയുമ്പോൾ മോളെ എന്ന് സങ്കടപ്പെട്ട് വിളിക്കുകയാണ് ശാരദാമ്മ. ശാരിക പറയുകയാണ്, മരിക്കാൻ എനിക്ക് പേടിയുണ്ടായിട്ടല്ലമ്മേ, എന്റെ അനിയത്തിയും അമ്മയും ജീവിതകാലം മുഴുവൻ അതോർത്ത് സങ്കടപ്പെടും എന്നാലോചിച്ചിട്ടാണ്. രാജീവ് സാറിനോട് എനിക്കിഷ്ടമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനേക്കാൾ എനിക്കിഷ്ടം എനിക്കെന്റെ അമ്മയാണ്, പിന്നെ എന്റെ അനിയത്തിമാരെയും എന്ന് ശാലിനിയും ശ്യാമയും നോക്കി പറയുകയാണ് ശാരിക. എനിക്ക് നിങ്ങളെയൊക്കെ വിട്ടുപോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്കിവിടെ നിങ്ങളോടൊപ്പം സുഖവും സന്തോഷവും ഒക്കെ പങ്കുവെച്ച് അങ്ങ് ജീവിച്ചാൽ മതി. അരവയർ മാത്രം നിറഞ്ഞാലും അതിന്റെ സമാധാനം ഒന്ന് വേറെയാണ്. എനിക്ക് വേണ്ട ഈ കല്യാണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശാരിക. ശാരദാമ്മ ശാരിയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, മോളെ, അവര് ഈ സ്വർണം ചോദിച്ചത് കൊണ്ട് മാത്രം മോൾ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറേണ്ട. സ്ത്രീധനമായിട്ടല്ല, അത് നിന്റെ ഓഹരിയായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. നീ ഭർത്താവിന്റെ വരുമാനം മാത്രം പ്രതീക്ഷിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള മൂലധനം ഒരു പെണ്ണിനെ പടിയിറക്കി വിടുമ്പോൾ മാതാപിതാക്കൾ നൽകുന്ന നല്ല കാര്യമാണ്. പക്ഷെ അത് നേരിട്ട് അവൾക്ക് വേണ്ടി മാത്രം വേണം കൊടുക്കാൻ. ആൺകുട്ടികളാണെങ്കിൽ ഭൂസ്വത്തിൽ അവകാശം വരുമല്ലോ. അപ്പോ പിന്നെ പെൺകുട്ടികൾക്ക് മാത്രം എന്താ ആ അവകാശം ഇല്ലാതെ വരുന്നത്? ഈ വീടും സ്ഥലവും ഒക്കെ ഗോപാലേട്ടന്റെ പേരിലാണെങ്കിലും ഈ വീട്ടിൽ നിന്നും നമ്മളെ ഇറക്കി വിടാൻ പറ്റാത്തത് എന്റെ കല്യാണ സമയത്ത് എന്റെ ഓഹരിയായിട്ട് എന്റെ അച്ഛനമ്മമാർ തന്നതുകൊണ്ട് മാത്രമാണ്. അതുപോലെ സ്വർണവും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഉപകരിക്കാതെ അയാൾ കൈയടക്കി ആ പുതിയ ഭാര്യയ്ക്ക് നൽകി. രാമ ചോദിക്കുകയാണ്, ഇതിപ്പോ ഞങ്ങളെയൊക്കെ വിട്ടുപോകുന്നു ഇവിടെ എന്തിനാ വല്യേച്ചി കരുതുന്നത്? രാജീവ് സാറിന് ഇവിടെയല്ലേ ജോലി? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാമല്ലോ. അമ്മായിയമ്മ ദൂരെ താമസിക്കുന്നത് കൊണ്ട് അവരുടെ ദുർമുഖം കാണുകയും വേണ്ട. നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യാം. ഇത് കേട്ട് ചിരിക്കുകയാണ് ശാരിക. ശ്യാമ പറയുകയാണ്, നമ്മുടെ സ്വന്തം നാട്ടിൽ ജോലിയുള്ള ചെറുക്കന്മാരെ തേടി പിടിച്ച് കല്യാണം കഴിച്ചാലുള്ള ഗുണം അതാണ്. ഇതൊക്കെ കേട്ട് ശാലിനി പറയുകയാണ്, ആയിക്കോട്ടെ, കുഞ്ഞുവായിൽ വലിയ വർത്തമാനം പറയാതെ ആഹാരം കഴിക്കാൻ നോക്ക്. ശ്യാമ പറയുകയാണ്, ഓ ആയിക്കോട്ടെ, ഇന്നേതായാലും ഞാൻ നേരത്തെ കിടന്നുറങ്ങും. ഉണർന്നിരിക്കാൻ എനിക്ക് പേടിയായിട്ടാണ്. അത് കേട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, പേടിയോ? ശ്യാമ പറയുകയാണ്, അതെ, ഇന്ന് രാത്രി നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വല്യേച്ചിയുടെ നിശ്ചയത്തിന് മോതിരമൊക്കെ എടുത്തതല്ലേ? ആ 10 ലക്ഷം രൂപ മോഷ്ടിക്കാമെന്ന കള്ളൻ വീണ്ടും വന്നാൽ എന്തു ചെയ്യും? ഇതാലോചിച്ചപ്പോഴാണ് പേടി. പക്ഷെ ആ സംസാരമൊന്നും സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാണ് ശാലിനി. ശാരദാമ്മ പറയുകയാണ്, ഓ പേടിച്ചത് തന്നെ. ഞാൻ ഏതായാലും അടുക്കളയിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത് തലേണ കീഴിൽ എടുത്തു വെക്കാൻ പോവുകയാണ്. ഇന്ന് ഏതവനെങ്കിലും ഇവിടെ കാലുകുത്തിയാൽ 2 കാലും കൊണ്ട് അവൻ തിരിച്ചു പോകില്ല. കുടുംബശ്രീ ശാരദയുടെ വാക്കാണിത്. ശ്യാമ പറയുകയാണ്, കത്തികളൊക്കെ എടുത്തു വെച്ചോ, പക്ഷെ കള്ളൻ ചാകാൻ പോകുന്നത് സെപ്റ്റിക്കായിട്ടാണ്. അത്രയ്ക്ക് തുരുമ്പുണ്ട് ആ വെട്ടുകത്തികളിലൊക്കെ. അന്നേരം അത് കേട്ട് ചിരിച്ച് പോടിയെന്ന് പറയുകയാണ് ശാരദാമ്മ. അതേസമയം ശാലിനി അന്ന് ബാലചന്ദ്രൻ അവരുടെ വീട്ടിൽ നിന്ന് പൈസ എടുത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് എഴുന്നേൽക്കുകയാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, ആ ശാലിനി, എന്തു പറ്റി മോളെ? എന്തിനാ എഴുന്നേറ്റത്? പെട്ടെന്ന് ശാലിനി പറയുകയാണ്, അത് ശാരികേച്ചിയുടെ നിശ്ചയത്തിനിടാനുള്ള ബ്ലൗസേ സൗദാമിനേച്ചിയുടെ കയ്യിൽ നിന്നും വാങ്ങിയില്ല. ശാരദാമ്മ പറയുകയാണ്, അതിന് പാതിരാത്രിയിൽ എങ്ങനെയാ? നാളെ വാങ്ങാം മോളെ. ശാലിനി പറയുകയാണ്, പോരാ, പാകമായില്ലെങ്കിൽ മാറ്റിയടിക്കണ്ടേ നമുക്ക്? ഇന്ന് രാത്രി തന്നെ വാങ്ങി ഇട്ട് നോക്കണ്ടേ? നിശ്ചയത്തിന് നന്നായി തിളങ്ങി നിൽക്കണ്ടേ ശാരിക്കുഞ്ഞ്? ഞാൻ അത് പോയി വാങ്ങിയിട്ട് വരാം. അന്നേരം ശാരദാമ്മ പറയുകയാണ്, നീ ഇത് കഴിച്ചിട്ട് പോ. അത് വേണ്ടമ്മേ, സൗദാമിനേച്ചി ഉറങ്ങുന്നതിന് മുമ്പേ ഞാനത് പോയി വാങ്ങിക്കൊണ്ടുവരാം. ഞാന് ദാ വരുന്നു എന്നും പറഞ്ഞു പോവുകയാണ് ശാലിനി. പക്ഷെ ആ ശാലിനിയുടെ ഭാവമാറ്റവും പോക്കുമൊക്കെ ശ്രദ്ധിച്ചെന്തോ ആലോചിക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് രാജീവ് ഫോണിൽ ശാരികയുടെ ഫോട്ടോയൊക്കെ നോക്കുകയാണ്. എന്നിട്ട് ആലോചിച്ച് പറയുകയാണ്, വിളിച്ചു കളയാം. എന്നിട്ട് ശാരികയെ ഫോൺ ചെയ്യുകയാണ് രാജീവ്. ഫോൺ എടുത്ത് ശാരിക ഹലോ എന്ന് വയ്ക്കുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, എന്താടോ ഫോൺ എടുക്കാൻ ഇത്ര താമസം? ശാരിക പറയുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു.
ഓഹോ, എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ? അത് കേട്ട് ശാരിക പറയുകയാണ്, ഓ നമ്മൾ പാവങ്ങളല്ലേ സാറേ, എന്നും കഞ്ഞിയും ചമ്മന്തിയും ഒക്കെയാണ്, പേരിനൊരു ഹോട്ടലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ശാരികയുടെ സംസാരം കേട്ട് രാജീവ് ചോദിക്കുകയാണ്, എന്താടോ ഒരു ശോകം? കുറെ പ്രതീക്ഷകൾക്കൊടുവിൽ ഒരു പ്രണയവല്ലരി പൂവിടാൻ പോകുന്ന നിമിഷത്തിൽ ഒരു കാമുകി കാമുകനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? സാറ് പറയുന്ന സാഹിത്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ സാർ വിളിച്ചത്? വീണ്ടും രാജീവ് ചോദിക്കുകയാണ്, എന്തു പറ്റിയടോ തനിക്ക്? ഒന്നുമില്ല സാറേ, എനിക്ക് ഉറക്കം വരുന്നോ? വാച്ചെടുത്ത സമയം നോക്കിയിട്ട് രാജീവ് ചോദിക്കുകയാണ്, ഈ 8:30 മണിക്കോ? എടോ, രാത്രി 11-നും 12-നും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതല്ലേ? എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ സാറേ. ഇന്നലത്തെ പോലെയല്ല ഇന്ന്, ഇന്നത്തെ പോലെയല്ല നാളെ. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, കൊള്ളാം, ഇപ്പൊ താനാണ് സാഹിത്യം പറയുന്നത്. ശാരിക ചോദിക്കുകയാണ്, ഞാൻ വെച്ചോട്ടെ സാർ, സത്യമായിട്ടും നല്ല ഉറക്കം വരുന്നു. നമുക്ക് നാളെ സംസാരിക്കാം, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരിക. രാജീവ് ആലോചിക്കുകയാണ്, ചേടാ എന്തു പറ്റി ശാരികയ്ക്ക്? അന്നേരം അവിടേക്ക് വന്ന വിജയലക്ഷ്മി പറയുകയാണ്, മോനെ വാ കഴിക്കാം, അമ്മാവൻ കുറെ നേരമായി അന്വേഷിക്കുന്നു നിന്നെ. അന്നേരം കുട്ടികൃഷ്ണൻ ചോദിക്കുകയാണ്, ഇവിടെ നിനക്ക് ഒരു ചിട്ടയും അല്ല ഇല്ല അല്ലേടാ? ഭക്ഷണത്തിനൊക്കെ കൃത്യമായ ഒരു സമയമുണ്ടാകണം, മനസ്സിലായോ? അത് കേട്ട് ചിരിച്ചുകൊണ്ട് വിജയലക്ഷ്മി പറയുകയാണ്, ചിട്ടയില്ലാത്തത് കൊണ്ടല്ലേ അവന് നമ്മൾ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അത് കേട്ട് കൃഷ്ണൻകുട്ടിയും ചിരിക്കുകയാണ്. അന്നേരം രാജീവ് രണ്ടുപേരോടുമായി പറയുകയാണ്, ഞാനിപ്പോ ശാരികയെ വിളിച്ചിരുന്നു. സംസാരിക്കാൻ എന്തോ താല്പര്യമില്ലാത്തതുപോലെയാണ് അവള് പെരുമാറുന്നത്. രണ്ടുപേരും പരസ്പരം നോക്കി കൃഷ്ണൻകുട്ടി പറയുകയാണ്, ചേടാ ഇവള് കൊള്ളാമല്ലോ. കല്യാണം ഉറപ്പിച്ചു വച്ചിരിക്കുന്നതാണെങ്കിലും ചടങ്ങ് കഴിയുന്നതിന് മുമ്പ് പെൺകുട്ടികളെ വിളിച്ച് വിഷമം അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നാണം കെട്ട ഏർപ്പാടാണ്. രാജീവ് പറയുകയാണ്, സോറി, പെണ്ണുങ്ങളെയും കുടുംബത്തെയും പറ്റിയൊക്കെ അമ്മാവനും ഞാനും തമ്മിലുള്ള അന്തരം പരിഹരിക്കണമെങ്കിൽ ഈ ജന്മം മുഴുവൻ നമ്മൾ തർക്കിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞത്. ഇത്രയും കാലം നിങ്ങളാണ് എനിക്ക് കല്യാണാലോചന കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നിനോടും ഞാൻ താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിലും പെണ്ണിനേക്കാൾ നിങ്ങൾ വിലയിട്ടിരുന്നത് പൊന്നിനും പണത്തിനുമാണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, ഈ ശാരദാമ്മ അത്ര സമ്പന്നയൊന്നും അല്ല. പഴയതുപോലെ ഒരു വിലപേശലില്ലാതെ നിങ്ങളിതിന് സമ്മതം മൂളിയത് ഒന്നുകിൽ ശാരികയോട് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അത് നല്ലത്. ഇനി അതല്ല, ഞാനറിയാതെ എന്തെങ്കിലും ഒരു കള്ളക്കളി ഇതിനിടയിൽ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ രാജീവിനോടൊരു കല്യാണാലോചനയും പറഞ്ഞ് നിങ്ങൾ രണ്ടാളും വന്നേക്കരുത്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശാരികയെ മാത്രമായിരിക്കും. യാതൊരു കണക്ക് പറച്ചിലും ഇല്ലാതെ, ഓർമ്മ വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രയും പറഞ്ഞ് അവരുടെ മുമ്പിൽ നിന്നും പോവുകയാണ് രാജീവ്. രാജീവ് പോയ ശേഷം വിജയലക്ഷ്മി പറയുകയാണ്, എന്റെ ഭഗവാനെ, നമ്മൾ ശാലിനിയോട് സംസാരിച്ചിട്ടുള്ളത് വല്ലതും ഇവൻ അറിഞ്ഞു കാണുമോ കൃഷ്ണൻകുട്ടി ചേട്ടാ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണമാണല്ലോ. നീ ഒന്ന് അടങ്ങിയിരിക്കും വിജയ്, ഇതിലും വലിയ വർത്തമാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. കുഴപ്പം അവന്റെ പ്രായത്തിന്റെയാണ്. ഈ ആദർശമൊക്കെ താനെ ശരിയായിക്കോളും. ഇതൊക്കെ വെറും ഡയലോഗല്ലേ, നീ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരി വീടിന്റെ മുറ്റത്തിരുന്ന് മദ്യപിക്കുകയാണ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും. അവിടേക്ക് രാജേശ്വരിയും വന്നിരിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, ചിക്കൻ കൂട്ടരുടെ മുമ്പിൽ നാളെ അവളെ പൊന്നിട്ട് കാണിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നാളെ ആ പൊന്നില്ലാതെ വരുമ്പോൾ അവർ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറും. ശാരദാമ്മയ്ക്കും മക്കൾക്കും വീണ്ടും ഒരു നാണക്കേട്, അത്ര തന്നെ. രാജേശ്വരി പറയുകയാണ്, ഓ, എന്ത് നാണക്കേട് ഉണ്ടാകുമ്പോഴും ശാരദയ്ക്ക് അത് സംഭവിക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് താങ്ങാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്റെ പൊന്നു രാജേശ്വരി, ഞാൻ ഇത്രയുമൊക്കെ ചെയ്തിട്ടും നീ വീണ്ടും ഇത് തന്നെ പറയല്ലേ. ദൈവദോഷം കിട്ടും എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ്? ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശാരദയോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇങ്ങേരെന്തിനാ അവളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയത്? പറഞ്ഞേ കേൾക്കട്ടെ ഞാൻ. എന്റെ രാജേശ്വരി, അതിന്റെ സാഹചര്യങ്ങളും അവിടെ നടന്ന സംഭവങ്ങളും ഒരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ വിവരിച്ചതല്ലേ. പിന്നെയും പിന്നെയും നീ ഇങ്ങനെ പഴംപുരാണം വായിക്കാതെ. രാജേശ്വരി പറയുകയാണ്, പുരാണവും വായനയും ഒന്നുമല്ല, അവള് വഴിയിൽ കിടന്ന് ചാകട്ടെ എന്ന് വയ്ക്കണമായിരുന്നു. നിങ്ങൾ അതാണ് ചെയ്യാത്തത്. ബാലചന്ദ്രൻ പറയുകയാണ്, സോറി ചേച്ചി, അത് അളിയൻ ചെയ്തത് കറക്റ്റ് ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപകടത്തിൽപ്പെട്ട ഒരാളെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നാട്ടുകാരെ നിർബന്ധിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നാളെയും നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ളതല്ലേ. രാജേശ്വരി ചോദിക്കുകയാണ്, ജീവിക്കുന്നതിന് എന്താ കുഴപ്പം? നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച കാറ്, അതിൽ ആരെ കയറ്റണം ആരെ കയറ്റണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, അല്ല ചേച്ചി, അതിനൊക്കെ ചില സാമൂഹിക മര്യാദകളൊക്കെ ഉണ്ട്. അത് മാത്രവുമല്ല, അങ്ങനെ ചെയ്താൽ അത് ബുദ്ധിമോശമാണെന്നേ ഞാനും പറയൂ. ശാരദാമ്മയെ അളിയന്റെ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ
നാട്ടുകാര് വേറൊരു വണ്ടി പിടിച്ച് അവരെ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്തിക്കും. മറിച്ച് അളിയന്റെ കാറിൽ അവരെ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് ബോധം തെളിഞ്ഞ ഉടനെ അവരെ ഇറക്കിവിടാൻ പറ്റിയത്. അതവർക്കുണ്ടാക്കിയ നാണക്കേട് വളരെ വലുതായിരിക്കും. രാജേശ്വരി ചോദിക്കുകയാണ്, എന്ത് നാണക്കേട്? കുറച്ചു ദൂരം പോയിട്ട് ബോധം തെളിയുന്നതിന് മുമ്പ് നിങ്ങൾ അവളെയും മക്കളെയും ഏതെങ്കിലും ഓടയിലേക്ക് ചവിട്ടി തള്ളണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. വിളക്കൊണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അളിയനത് വിട്. ആ കാറിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് ശാലിനി എന്തോ പറഞ്ഞില്ലേ? അത് അത്ഭുതമാണല്ലോ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്തു പറയാൻ, നനഞ്ഞ കോഴികളെ പോലെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്നും തലയും താഴ്ത്തി ഇറങ്ങിപ്പോയി. ആണല്ലേ, എനിക്ക് അപ്പോഴത്തെ അവളുടെ മുഖം ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് താടിക്ക് കൈ കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. ഇതൊക്കെ കേട്ടുകൊണ്ട് ആ രാത്രി സമയത്ത് തന്നെ അവിടേക്ക് വരികയാണ് ശാലിനി. ശാലിനി ചോദിക്കുകയാണ്, പകരം ഇപ്പോഴത്തെ ഈ മുഖം കണ്ടാൽ മതിയാകുമോ? ശാലിനിയെ കണ്ട് അമ്പരന്ന് നോക്കുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും ബാലചന്ദ്രനും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്